വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാൻ തിരിച്ചെത്തി. അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാൻ മോചിപ്പിച്ചിരിക്കുകയാണ്. PR സുനിൽ നമുക്കൊപ്പം. PR സുനിൽ, അന്ന് അബദ്ധത്തിൽ അതിർത്തി കടന്നു പോയതാണ്, മരത്തിന്റെ തണലിലൊന്ന് വിശ്രമിക്കാൻ ഇരുന്ന് പോയതാണ്. അന്ന് കൊണ്ടുപോയതിനു ശേഷം ഫ്ലാഗ് മീറ്റിംഗ് പോലും നടത്താൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന് മനംമാറ്റം ഉണ്ടാവുകയാണോ? ജവാൻ സുരക്ഷിതനാണോ സുനിൽ? സുജി, ഏതായാലും അട്ടാരി അതിർത്തി വഴി ഇപ്പോൾ പാകിസ്ഥാൻ ഈ BSF ജവാനെ മോചിപ്പിച്ചു. BSF ജവാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി. ഏതായാലും പാകിസ്ഥാൻ നേരത്തെ ഇക്കാര്യത്തിൽ കടുംപിടുത്ത നിലപാട് തന്നെയായിരുന്നു. പഞ്ചാബിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനെ പാക് റേഞ്ചർമാർ പിടികൂടുകയായിരുന്നു. പിന്നീട് ഫ്ളാഗ് മീറ്റിംഗ് നടത്തിയെങ്കിലും ഈ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ഏതായാലും ഇപ്പോൾ വെടിനിർത്തൽ ധാരണയൊക്കെ തന്നെ നിലവിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് ഏതായാലും ഇപ്പോൾ BSF ജവാനെ മോചിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. അട്ടാരി അതിർത്തി വഴി ഇപ്പോൾ BSF ജവാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏതായാലും രാജസ്ഥാനിൽ നിന്ന് ഒരു പാകിസ്ഥാൻ സൈനികനെയും നേരത്തെ BSF പിടികൂടിയിരുന്നു. ആ പാകിസ്ഥാൻ സൈനികൻ ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ വിട്ടുകിട്ടണം എന്ന് ഇപ്പോൾ പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. ഏതായാലും BSF ജവാനെ വിട്ടു നൽകിയ സാഹചര്യത്തിൽ അക്കാര്യത്തിലും ഒരുപക്ഷെ ഇന്ത്യ ഉടൻ തീരുമാനം എടുത്തേക്കും. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി BSF ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ കടുംപിടുത്തം തുടരുകയായിരുന്നു. അതിലും ഇപ്പോൾ ഇന്ത്യ ശക്തമായ സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ചെലുത്തിയ ഒരു സാഹചര്യത്തിലാണ് BSF ജവാനെ ഇപ്പോൾ സുരക്ഷിതനായി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. അട്ടാരി അതിർത്തി വഴി ജവാൻ ഇപ്പോൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയിലധികമായി കഴിഞ്ഞിരിക്കുന്നു BSF ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായിട്ട്. പാക് റേഞ്ചേഴ്സ് അന്ന് പിടികൂടുമ്പോൾ ഈ ജവാന്റെ കുടുംബമടക്കം ഉന്നത സൈനിക മേധാവികളുമായും ഒക്കെ സംസാരിച്ചിരുന്നു. ഫ്ളാഗ് മീറ്റിംഗിന് വേണ്ടി നിരന്തര ശ്രമമാണെന്ന് നടത്തിയത്. അപ്പോഴൊന്നും BSF ജവാനെ മോചിപ്പിക്കുന്നതിനായി ഒരു സംഭാഷണത്തിന് പോലും പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ലല്ലോ സുനിൽ. BSF ജവാനെ എപ്പോഴാണ് തിരിച്ചെത്തിക്കുക എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അടക്കം ഉന്നയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഉപാധികളൊന്നും തന്നെ വെക്കാതെ അട്ടാരി അതിർത്തി വഴി BSF ജവാനെ സുരക്ഷിതനാക്കി തിരിച്ച് ഇന്ത്യക്ക് കൈമാറുകയായിരുന്നോ സുനിൽ? സുജിയ, തീർച്ചയായും ഏതായാലും BSF ജവാന്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. വാഗ അതിർത്തിയിലെത്തി ഉന്നത BSF ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഏതായാലും അപ്പോൾ തന്നെ BSF ജവാൻ സുരക്ഷിതനായി രാജ്യത്ത് തിരിച്ചെത്തും എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഈ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കുടുംബവുമായി സംസാരിച്ചിരുന്നു. കുടുംബത്തിന് എല്ലാ ഉറപ്പും നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഇന്ത്യയുടെ സമ്മർദ്ദം ശക്തമാക്കിയതിനെ തുടർന്ന് ഏതായാലും പാകിസ്ഥാൻ സുരക്ഷിതനായി BSF ജവാനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. അട്ടാരി അതിർത്തി വഴി BSF ജവാനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ത്യയിൽ BSF ജവാൻ സുരക്ഷിതനായി തിരിച്ചെത്തിയിരിക്കുന്നു. ഏതായാലും സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വലിയ തിരിച്ചടി പാകിസ്ഥാന് മേൽ നടത്താൻ പോകുന്നു. പാകിസ്ഥാനിലേക്ക് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നിന്നാണ് സാഹു മറികടന്ന് പോയത്. ഏപ്രിൽ 23 അതായത് പഹൽഗാം ആക്രമണം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഒരു മരത്തണലിലേക്ക് സാഹു അറിയാതെ പോയി ഇരുന്നത്. അവിടെ വിളവെടുപ്പ് സമയമായിരുന്നു. ആ വിളകളൊക്കെ നോക്കാനായി പോകുന്ന കർഷകരെ നിരീക്ഷിക്കുന്നതിനായി പോയ സാഹു ഒരു മരത്തണലിൽ പോയിരുന്നപ്പോഴാണ് അത് അതിർത്തി കടന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാക് റേഞ്ചേഴ്സ് BSF ജവാനെ കൊണ്ടുപോയത്. ഏപ്രിൽ 23 പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലേക്ക് അകപ്പെട്ടു പോയ BSF ജവാനെ ഇപ്പോൾ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാൻ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമാണ് എന്ന് നിസ്സംശയം പറയാമല്ലോ സുനിൽ. സുജിയ, തീർച്ചയായും ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയുടെ ശക്തമായ സമ്മർദ്ദത്തിന് പാകിസ്ഥാന്റെ കീഴ്പ്പെടൽ കൂടിയാണ്. ഏതായാലും ഈ അന്താരാഷ്ട്ര അതിർത്തിയിലൊക്കെ തന്നെ നമുക്കറിയാം, അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്ത് ഒരുപാട് നോമാൻസ് ലാൻഡ് ഉണ്ട്. ഈ നോമാൻസ് ലാൻഡിലെ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം ഇരു രാജ്യങ്ങളിലെയും കർഷകർക്കുണ്ട്. ഇതിനായി പ്രത്യേക ഒരു പാസൊക്കെ തന്നെ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും കർഷകർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനായി ഈ അതിർത്തി തുറന്നു കൊടുക്കും. പിന്നീട് ഈ കർഷകർ ഈ നോമാൻസ് ലാൻഡ്
ലാൻഡിലേക്ക് കയറി അവിടെയുള്ള കൃഷി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് വൈകുന്നേരം 5 മണിക്കകം അവർക്ക് തിരിച്ചു വരണം, അവിടെയുള്ള വിളവെടുപ്പ് നടത്താം. അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയുണ്ട്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പക്ഷേ ആ ഒരു ധാരണ തെറ്റിച്ച് അവിടെ കൃഷി ചെയ്യാൻ പോയ കർഷകർക്ക് കാവൽ നിന്ന BSF ജവാനെ ഈ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഇത് ഗുരുതരമായ ഒരു നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയും അടിയന്തരമായി ഈ BSF ജവാനെ വിട്ടുതരണം എന്ന ഒരു ആവശ്യം ഫ്ളാഗ് മീറ്റിംഗിലൂടെ ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും പാകിസ്ഥാൻ ആദ്യം അക്കാര്യത്തിന് വഴങ്ങിയില്ല. ഏതായാലും ഇപ്പോൾ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തീർച്ചയായും ഇപ്പോൾ BSF ജവാനെ ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ്. ഏതെങ്കിലും വിധത്തിൽ BSF ജവാന് എന്തെങ്കിലും ഒരു അപകടമുണ്ടാകുന്ന നീക്കത്തിലേക്ക് പാകിസ്ഥാൻ പോയാൽ വലിയ ഒരു പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിരുന്നു. നമുക്കറിയാം, നേരത്തെ ഈ ബാലാകോട്ടിലെ മിന്നലാക്രമണ സമയത്ത് അഭിനന്ദൻ വർത്തമാൻ, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. അന്നും സമാനമായ ശക്തമായ ഭീഷണി ഇന്ത്യ മുഴക്കിയിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ഈ അഭിനന്ദൻ വർത്തമാന് എന്തെങ്കിലും ഒരു പോറലേൽപ്പിച്ചാൽ വലിയ പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരിക. അടിയന്തരമായി അഭിനന്ദൻ വർത്തമാനെ വിട്ടു നൽകണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് പാകിസ്ഥാൻ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇതേപോലെ അട്ടാരി അതിർത്തി വഴി അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യക്ക് കൈമാറിയിരുന്നു. ഏതായാലും സമാനമായ രീതിയിൽ ഇന്ത്യ ശക്തമായ ഒരു സമ്മർദ്ദം പാകിസ്ഥാനുമേൽ ചെലുത്തിയതിന് പിന്നിലാണ് ഏതായാലും ഇപ്പോൾ BSF ജവാനെ അട്ടാരി അതിർത്തി വഴി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ BSF ജവാന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചേരാം, കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം. ഏതായാലും സുരക്ഷിതനായി അദ്ദേഹം ഇന്ത്യയിൽ